ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 7 വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യ വിഹിതങ്ങളും എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും പോയിട്ട് വാങ്ങാവുന്നതാണ്. റേഷൻ കടകളിൽ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വിഹിതങ്ങളുടെ സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എല്ലാവിധ ഭക്ഷ്യ വിഹിതങ്ങളും റേഷൻ കടകളിൽ എത്തുന്നതായിരിക്കും. നിലവിൽ സ്റ്റോക്കുള്ള ഭക്ഷ്യ വിഹിതങ്ങൾ ജനുവരി മാസത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും സ്റ്റോക്കുള്ള കടകളിൽ നിന്ന് റേഷൻ കാർഡ് ഉടമകൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റാണ്. ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പല ഭാഗത്തും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വിതരണമാണ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശനിയാഴ്ച വരെ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയോടുകൂടി ഇതിന്റെ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. നിലവിൽ ഡിസംബർ മാസത്തിൽ എത്ര കിറ്റാണ് എന്നുള്ള സംശയം പല ആളുകളും ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു സംശയത്തിന് കാരണം സർക്കാർ നൽകിയ ഒരു ആവശ്യമില്ലാത്ത പണിയാണ്. കാരണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ കിറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ക്രിസ്മസ് കിറ്റ് സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് ആദ്യ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നില്ല. ഡിസംബർ മാസത്തിൽ ഒരു ക്രിസ്മസ് കിറ്റ് ഉണ്ടാകും എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിച്ചു, നമുക്ക് ലഭിക്കുന്ന കിറ്റിന് പുറമേ ആയിരിക്കും ക്രിസ്മസ് കിറ്റ് എന്ന്. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. സർക്കാർ ക്രിസ്മസ് കിറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളിൽ നിന്നും മൂല്യം കൂടുതൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വിശേഷ ദിവസത്തിൽ നമുക്ക് സർക്കാർ നൽകുന്ന ഒരു സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ച് കൂടുതലായിരിക്കും. അതുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു സംശയത്തിന് കാരണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഡിസംബർ മാസത്തിൽ നിലവിൽ ലഭിക്കേണ്ട ഡിസംബർ മാസത്തെ കിറ്റ് ഇല്ല. പകരമാണ് ക്രിസ്മസ് കിറ്റ് ലഭിക്കുന്നത്. അതിൽ പറഞ്ഞിരുന്ന മാസ്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് മാസ്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. മാസ്ക് കിറ്റുകളിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഡിസംബർ മാസത്തെ കിറ്റാണ് ക്രിസ്മസ് കിറ്റ്. ആ രണ്ട് കിറ്റും ഒന്ന് തന്നെയാണ്. ഡിസംബർ മാസത്തിൽ ഒരു കിറ്റാണ് ഉള്ളത്. നമ്മൾ രണ്ട് കിറ്റ് എന്ന് പറഞ്ഞിരുന്നത് നവംബർ മാസത്തെ കിറ്റും ഭൂരിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്കും ഡിസംബർ മാസത്തിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ രണ്ട് കിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഡിസംബർ മാസത്തിൽ രണ്ട് ഭക്ഷ്യ കിറ്റ്, ഡിസംബർ മാസത്തിന് പ്രത്യേകമായിട്ട് രണ്ട് ഭക്ഷ്യ കിറ്റ് ഇല്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നാളെ 2021 ജനുവരി 7 വ്യാഴാഴ്ച ദിവസം ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണത്തിനുള്ള ഓർഡറുകൾ ഈ പോസ്റ്റ് മെഷീനിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിഹിതങ്ങളും പോയിട്ട് വാങ്ങാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിലുള്ള സ്റ്റോക്കുള്ള വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. പിന്നീട് ബാക്കിയുള്ള ഭക്ഷ്യവിഹിതങ്ങളും വാങ്ങാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും.